ജോർജ് ജോസഫ്, നേരത്തെ ഈ താങ്കൾ അടക്കം സൂചിപ്പിച്ചതാണ് ഈ പറഞ്ഞത്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവമല്ല. കേരളത്തിൽ ഓണക്കാലത്ത് എങ്ങനെയാണ് സഹകരണ മേഖല അടക്കം കൺസ്യൂമർ ഫെഡ് അടക്കം ഇടപെടുന്നത് എന്നുള്ള കാര്യമാണ് താങ്കൾ അടക്കം സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നേരത്തെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതിനുള്ള വളരെ കൃത്യമായ ഉത്തരം രജനീസ് ഉണ്ണിത്താൻ പറഞ്ഞു. സൂപ്പർ മാർക്കറ്റുകളെല്ലാം നിറഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യമാണ് ഈ കടമെടുപ്പ് സംബന്ധിച്ച്. ഞങ്ങൾ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ നികുതി പിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് സതീശൻ സർക്കാർ ഇപ്പോൾ കടന്ന് നെട്ടോട്ടം ഓടുകയാണ്. 14,000 കോടിയല്ല, കടം ഇങ്ങനെ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ കടം എടുത്തിട്ട് ആരുടെയെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റിയോ? ഏതെങ്കിലും ജനവിഭാഗത്തിന്റെ, സർക്കാർ ജീവനക്കാരുടെ ഏതെങ്കിലും ക്ഷേമ പെൻഷന്റെ ആവശ്യം നിറവേറ്റിയോ? എന്നിട്ടും ഇങ്ങനെ രജന സുന്നിത്താനെ പോലുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ സംസ്ഥാനം ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണ്. ഏത് ജനപക്ഷത്താണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ജോർജ് ജോസഫ്. സിജു, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ 2 പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ഓണക്കാലത്ത് വിപണി ഇടപെടലിന് വേണ്ടിയും മാർക്കറ്റിൽ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായൊരു ഫണ്ട് അലോക്കേഷൻ എല്ലാ ഓണക്കാലത്തും, അത് 300 മുതൽ 350 കോടി രൂപ വരെ ഓണക്കാലത്ത് ഇയർമാർക്ക് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇത്തവണ ഓണക്കാലത്ത് വിപണി ഇടപെടലിനോ വിപണി നിയന്ത്രിക്കുന്നതിനോ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനോ എത്ര രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു പ്രത്യേകമായൊരു ഫണ്ട് അതിനുവേണ്ടി നീക്കി വെച്ചായിട്ട് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകൾ എല്ലാ ടൗണിലും ഉണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നഗരങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു നിയോജകമണ്ഡലം എടുക്കുക. ആ നിയോജകമണ്ഡലത്തിന് 6 or 7 പഞ്ചായത്തുകൾ ചേർന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ ചേർന്നിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. അതിലൊരു മുനിസിപ്പാലിറ്റിയിലായിരിക്കും ഈ പറഞ്ഞ സാധനം ഉണ്ടാവുക. ഓരോ പഞ്ചായത്തിലും സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളോ ഇതുപോലുള്ള ഔട്ട്ലെറ്റുകളുണ്ടോ? സപ്ലൈകോയുടെ ചെറിയ സംവിധാനങ്ങൾ ഓരോ പഞ്ചായത്തിലും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓണക്കാലത്ത് ആ ഇടപെടലല്ല വേണ്ടത്. സാധാരണയിൽ നിന്നും കവിഞ്ഞ ഒരാവശ്യം, ഡിമാൻഡ്. കാരണം കേരളത്തിൻ്റെ മൊത്തം വിൽപ്പനയുടെ, എല്ലാ മേഖലയിലുള്ള വിൽപ്പനയുടെ 30, 35, 40% തുണി പോലെയുള്ള വ്യവസായ മേഖലകളിൽ ഒരു വർഷത്തെ വിൽപ്പനയുടെ 60% നടക്കുന്നത് ഓണക്കാലത്താണെന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ ഹോം അപ്ലയൻസസ് 35%, ഒരു വർഷത്തെ മൊത്തം വിൽപ്പനയുടെ 35 മുതൽ 40% വരെ നടക്കുന്നത് ഓണക്കാലത്താണ്. അപ്പോൾ ഓണക്കാലത്ത് എല്ലാ സാധനങ്ങൾക്കും വേണ്ടി വരുന്ന പ്രത്യേകമായ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് പ്രത്യേക സംവിധാനം ഒരുക്കുന്നത്. അതൊരു പ്രത്യേക പീരീഡാണ്. കേരളത്തിൻ്റെ മൊത്തം ബിസിനസ്സിൻ്റെ വലിയൊരു വോളിയം ഓഫ് ട്രേഡ് നടക്കുന്നത് ഓണക്കാലത്ത് തന്നെയാണ്. അപ്പോൾ അന്ന് ചെയ്തിരുന്നെന്താ, ഈ നേരത്തെ പറഞ്ഞതുപോലെ സഹകരണ സംഘങ്ങൾ സഹകരണ മേഖലയുമായി സഹകരിച്ചുകൊണ്ട് ഓരോ നല്ല ശക്തമായ സഹകരണ സ്ഥാപനങ്ങളെല്ലാം അവരുടെ മുമ്പിൽ ഒരു പന്തൽ കെട്ടി അരിയും മറ്റ് സാധനങ്ങളൊക്കെ വിൽപ്പന, പിന്നെ കിറ്റുകൾ അവിടെ നിന്ന് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ടാവും, വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ടാവും. ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിപ്പോൾ ഈ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലെ ഏതെങ്കിലും സഹകരണ സംഘത്തിൻ്റെ മുമ്പിൽ കാണിച്ചു തരാൻ പറ്റുമോ? നമുക്ക് ഒരു സഹകരണ സംഘത്തിൻ്റെ മുമ്പിലും ഇല്ല. അതുപോലെ തന്നെ മറ്റ് പല സ്ഥാപനങ്ങളും ഇടപെട്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇനി വേറൊരു കാര്യം സിജുവിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അത് പച്ചക്കറിക്ക് വലിയ വിലയുണ്ട്. ഓണമാണ്, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരണം, സ്വാഭാവികമായിട്ടും അല്പം വിലക്കയറ്റമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് മുൻ ഗവൺമെൻറ്റുകൾ ഹോർട്ടികോർപ്പ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പഴം പച്ചക്കറി കോർപ്പറേഷൻ വഴിയുള്ള ഇടപെടൽ നടത്തിയിരുന്നത് നമ്മൾ ഓർക്കുന്നില്ലേ? എത്രയോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, ചെറിയ ഔട്ട്ലെറ്റുകൾ തുറന്ന് എത്തിച്ചു കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ ഹോർട്ടികോർപ്പ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഉണ്ടോ? ആ സ്ഥാപനം തന്നെ ഉണ്ടോ എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ട് ഈ ഓണക്കാലത്ത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ ഇടപെടൽ അല്ല. ഒരു ഗവൺമെൻറ് വെറുതെ ഇങ്ങനെ റേഷൻ സാധാരണ പോലെ കൊടുക്കുന്നുണ്ട്, സപ്ലൈകോയിൽ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്, അത് വിൽക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നതല്ല ഓണക്കാലത്തിൻ്റെ ഇടപെടൽ. അതിന് പ്രത്യേകമായി തുക ഇയർമാർക്ക് ചെയ്യണം. അത് ഓരോ കാലത്തും ശരാശരി 300 മുതൽ 350 കോടി രൂപ വരെയുടെ ഇടപെടൽ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തെ കാലത്തിനിടയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ആ ഇടപെടലിൻ്റെ ഫലമായിട്ട് പൊതുവിപണിയിൽ വിലക്കയറ്റം വല്ലാതെ ഉയർന്നു പോകാതെ നിലനിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പൊതുവിപണിയിൽ പിടിവിട്ടതുപോലെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, UDF മൂവ്മെൻറ്റിൻ്റെ, ആ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ഏത് വിഭാഗത്തിന് അനുകൂലമാണ്, എന്തുകൊണ്ടാണ് അത്തരം വിഭാഗങ്ങൾ UDFന് വേണ്ടി വോട്ട് ചെയ്യുന്നത്, UDFനോട് താല്പര്യം പ്രകടമാക്കുന്നത്
എങ്ങനെയെങ്കിലും പിണറായി വിജയനെ ഇടതുപക്ഷത്തെ താഴെ ഇറക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കാനുള്ള കാരണമൊക്കെ ഈ തരം റിലാക്സേഷൻ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ്. ഈ തരത്തിലുള്ള എല്ലാ കൈവിട്ട് കൊടുക്കുക, കൈ അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വിപണിക്ക് ആവശ്യമായ തരത്തിലുള്ള, ജനങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള വിപണി ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. ശരി അല്ലാതെ ശരി ശരി ഏതെങ്കിലും ശ്രീ ജോർജ് ജോസഫ് അത് തന്നെ സപ്ലൈകോ അതായത് സൂപ്പർ ഒരു മാർക്കറ്റ് പക്ഷേ ഇല്ല ശ്രീ ജോർജ് എന്നൊന്നും ജോസഫ് ആരും പറഞ്ഞില്ല. അതൊക്കെ അവിടെ നേരത്തെ ഉള്ളതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതെ